പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ജനനം മുതൽ പീഡനങ്ങളും പലായനങ്ങളും അനുഭവിക്കേണ്ടി വന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു അഭയാർത്ഥിയായി ഈജിപ്തിലേക്ക് യാത്ര ചെയ്ത് അങ്ങ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും ആശ്വാസമില്ലാത്തവരുടെയും വേദന തിരിച്ചറിയുന്നുവല്ലോ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ദൈവം സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശം കേട്ട ഉടനെ രാത്രി തന്നെ ജോസഫ് എഴുന്നേറ്റ് ശിശുവിനെയും കൊണ്ട് യാത്രയായി. ഇവിടെ ചോദ്യം ചെയ്യലുകളില്ല, പൂർണ്ണമായ അനുസരണമായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും അത് ഉടനടി അനുസരിക്കാനും നമുക്ക് സാധിക്കട്ടെ. അഭയാർത്ഥിയായി തീരുന്ന ദൈവത്തെ നമ്മളിവിടെ കാണുകയാണ്. പ്രപഞ്ചനാഥനായ ഈശോ സ്വന്തം നാട്ടിൽ നിന്നും ഓടിപ്പോകേണ്ടി വരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളെയും പ്രവാസികളെയും അവരിലെല്ലാം ഈശോയുടെ രൂപമുണ്ട്. നിമിഷം പാർപ്പിടമില്ലാത്തവരെയും സ്വന്തം മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടവരെയും അവരോടൊക്കെ നമുക്ക് എത്രത്തോളം കരുണയുണ്ട്, സ്നേഹമുണ്ട് എന്ന് പരിശോധിക്കാം. അധികാരിയെ മോഹിയായ ഹെറോദേസിൽ അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. റാഹേൽ സ്വന്തം മക്കളെ ഓർത്ത് വിലപിക്കുന്നു. ഇന്നും ലോകത്ത് ഗർഭസ്ഥ ശിശുക്കളെയും യുദ്ധത്തിൻ്റെ ഇരകളായും അനേകം നിരവധി ആളുകൾ, നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഈ ലോകത്തിലെ തിന്മയ്ക്കും ക്രൂരതയ്ക്കും മുമ്പിൽ നിശബ്ദതയായ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിനു മുമ്പിൽ നമുക്ക് അവരെ സമർപ്പിക്കാം. അപകടങ്ങൾക്കിടയിലും ദൈവം തൻ്റെ പുത്രനെ കാത്തു സൂക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഹെറോദേസുമാർ തിന്മകൾ എത്ര ശക്തമായാലും ദൈവത്തിൻ്റെ കരുതൽ അതിനേക്കാൾ വലുതാണെന്ന പ്രത്യാശ നമുക്ക് നൽകുകയാണ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുദ്ധവും പീഡനവും മൂലം പലായനം ചെയ്യേണ്ടി വരുന്ന എല്ലാ അഭയാർത്ഥികൾക്കും പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ക്രൂരതയ്ക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്ന കുഞ്ഞുങ്ങൾക്കും ജനിക്കാനിരിക്കുന്ന ശിശുക്കൾക്കും സംരക്ഷണം ലഭ്യതനായി പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിൽ ഭയപ്പെടാതെ ജോസഫിനെ പോലെ ദൈവഹിതമനുസരിക്കാൻ കുടുംബനാഥന്മാരെ പ്രാപ്തരാക്കാനായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കോട്ടയും സംരക്ഷണമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹെറോദേസിൻ്റെ വാളുകളിൽ നിന്നും ശിശുവായ അങ്ങയെ ദൈവം കാത്തതുപോലെ തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളണമേ. ഈശോയെ, നിൻ്റെ കാവലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സമാധാനത്തോടെ പോവുക എന്ന അവിടുത്തെ ആഹ്വാനം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ വഴികളിലും വെളിച്ചമായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.